തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിൽ ഉയർന്നു കേട്ടൊരു ചോദ്യമുണ്ട്. ആരാണ് യഥാർത്ഥ ശിവസേന? ആരാണ് യഥാർത്ഥ NCP? അങ്ങനെ ഒരു ചോദ്യം ഉയരാനും കാരണമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മഹാരാഷ്ട്ര കണ്ടത് വലിയ രാഷ്ട്രീയ മാറ്റമാണ്. ശരത് പവാറിന് നേതൃത്വത്തിലുള്ള NCP രണ്ടായി പിളർന്നു. അജിത് പവാറിന് നേതൃത്വത്തിലുള്ള NCP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക പാർട്ടിയായി അംഗീകരിച്ചു. അതിനു മുൻപേ BJP ശിവസേനയെ രണ്ടാക്കി പിളർത്തിയിരുന്നു. ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും. ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പിന്നീട് യഥാർത്ഥ ശിവസേനയായി മാറി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആരാണ് യഥാർത്ഥ പാർട്ടികൾ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. അതിന് കാരണമുണ്ട്. 48 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ശിവസേന മത്സരിച്ചത്, ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേന മത്സരിച്ചത് 21 സീറ്റിൽ. കോൺഗ്രസ് 17 സീറ്റിൽ മത്സരിച്ചു. ശരത് പവാർ നേതൃത്വത്തിലുള്ള NCPക്ക് കിട്ടിയത് 10 സീറ്റുകൾ മാത്രം. NDA സഖ്യത്തിൽ BJP മത്സരിച്ചത് 28 സീറ്റിൽ. ഷിൻഡെ പക്ഷത്തിന് 14 സീറ്റ്. അജിത് പവാറിന്റെ NCPക്ക് 5 സീറ്റ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം നേരത്തെ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. ശിവസേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് 13 മണ്ഡലങ്ങളാണ്. അതിൽ മുംബൈ നഗരമണ്ഡലങ്ങളും ഉൾപ്പെടുന്നു. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 8 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയോ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം. ഷിൻഡെ പക്ഷത്തിന് ലീഡ് ചെയ്യുകയോ വിജയിക്കാനോ കഴിഞ്ഞത് 5 ഇടങ്ങളിൽ മാത്രമാണ്. 10 സീറ്റുകളിലെ മത്സരിച്ചുള്ളൂവെങ്കിലും വമ്പൻ സ്ട്രൈക്ക് റേറ്റാണ് ശരത് പവാറിന്റെ NCPക്ക്. 7 സീറ്റുകളിൽ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്നു NCP. BJPക്കൊപ്പം പോയ അജിത് പവാർ 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. പാർട്ടി രൂപീകരണത്തിന് 25ാം വർഷത്തിൽ ശരത് പവാർ തലയെടുപ്പോടെ നിൽക്കുന്നു. ഉദ്ധവ് താക്കറെയ്ക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം.